ഒരിക്കൽ പള്ളിവേട്ടയ്ക്കായി ഇറങ്ങിയ ശിവഭഗവാൻ വനത്തിൽ വച്ച് കൂളിവാക എന്ന സുന്ദരിയായ യുവതിയെ കാണാനിടയായി. ശിവഭഗവാൻ അവളിൽ ഒരു പുത്രനായി ആഗ്രഹിച്ചു. ഭഗവാൻ തന്റെ ഇംഗിതം അവളെ അറിയിക്കുകയും മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കാൻ പറയുകയും ചെയ്തു. ഭയന്നുപോയ കൂളിവാക പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷയായ പാർവതീദേവി മുൻജന്മത്തിൽ അവൾ ദേവിയുടെ തോഴിയായ മനസ്വിനിയായിരുന്നെന്നും കുഞ്ഞു ഗണപതിക്ക് അവൾ മുലയൂട്ടാൻ ശ്രമിച്ചപ്പോൾ കോപത്തിൽ പാർവതീദേവി അവളെ അടുത്ത ജന്മം ചണ്ടാള സ്ത്രീയായി ജനിക്കട്ടെ എന്ന് ശപിച്ചുവെന്നും കോപം തണുത്തപ്പോൾ ആ ജന്മത്തിൽ ശിവപുത്രനെ മുലയൂട്ടി വളർത്താനുള്ള അനുഗ്രഹവും നൽകിയിരുന്നു എന്നും ഈ ശാപം മൂലമാണ് മഹാദേവന് ഈ ആഗ്രഹമുണ്ടായതെന്നും പറഞ്ഞു. ശേഷം ദേവി കൂളിവാകയായി മാറി ശിവഭഗവാനെ പ്രാപിക്കുകയും അവർക്ക് ദിവ്യനായ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനെ കൂളിവാകയെ ഏൽപ്പിച്ച് ശിവപാർവതിമാർ മടങ്ങി. വളർന്നപ്പോൾ സ്വപിതാക്കന്മാരെ മനസ്സിലാക്കിയ ആ കുമാരൻ ശിവപാർവതിമാരെ ദർശിക്കാൻ കൈലാസത്തിലേക്ക് പോകുകയും തടയപ്പെട്ടപ്പോൾ വിഷ്ണുരൂപം കൈക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. ശേഷം ശ്രീ വിഷ്ണുമായ സ്വാമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി.